സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പന്തളത്തിനടുത്തുള്ള തുമ്പമണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർത്തഡോക്സ് പുരാതന ദേവാലയമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ആസ്ഥാനമാണിത്. AD 717 ആദ്യത്തെ പള്ളി പണിതത്. ഗോത്തിക് റിവൈവൽ ശൈലിയാണ് പള്ളിയുടെ വാസ്തുവിദ്യാ ശൈലി. തുമ്പമണ്ണിലെ ആദ്യത്തെ പള്ളി AD 717 നിർമ്മിച്ചത്. ആ പള്ളിയുടെ ഘടന ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ഒരു ചെറിയ പ്രാർത്ഥനാ ഹാളായിരുന്നു ആദ്യത്തെ പള്ളി. വർഷങ്ങൾ കടന്നു പോകുന്തോറും തുമ്പമണ്ണിലെ നസ്രയാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയും AD 900 പഴയ പള്ളി കെട്ടിടം പൊളിച്ചു മാറ്റി പകരം വലിയൊരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. AD 900 തുമ്പമൺ പള്ളി നിർമ്മിച്ചുവെന്നും ഇത് പള്ളിയുടെ രണ്ടാമത്തെ ഘടനയായിരുന്നുവെന്നും തുമ്പമണ്ണിന്റെ ചരിത്രങ്ങൾ പറയുന്നു. 2017 ഇത് നവീകരിച്ചത്. 2 നൂറ്റാണ്ടുകൾക്കിടയിൽ രണ്ടാമത്തെ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം തുമ്പമണ്ണിൽ നസ്രയാൻ ക്രിസ്ത്യാനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്ക് പ്രത്യേകിച്ച് നിലയ്ക്കലിൽ നിന്ന് തുടർന്നു. ഫക്രുദ്ദീൻ പോളിഗറിന്റെ കൊള്ളക്കാരുടെ ആക്രമണമാണ് നിലയ്ക്കൽ തകർത്തത്. കവർച്ചാ സംഘങ്ങളുടെ ആവർത്തനവും തീവ്രതയും വർദ്ധിച്ചതോടെ നിലയ്ക്കലിൽ കൃഷിയും തടസ്സവും സമാധാനപരമായ ജീവിതം അസാധ്യമാവുകയും ചെയ്തു. അക്കാലത്ത് നിലയ്ക്കലിനടുത്തുള്ള കോന്നിയൂറായിരുന്നു പന്തളം രാജാവിന്റെ ആസ്ഥാനം. നിലയ്ക്കലിൽ തന്റെ ഭരണം തുടരുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് AD 1170 രാജാവും പരിവാരങ്ങളും നിലയ്ക്കൽ ഉപേക്ഷിച്ച് പന്തളം തിരഞ്ഞെടുത്തു. നിലയ്ക്കലിലെ നസ്രയാന്മാർക്കും കാഞ്ഞിരപ്പള്ളി, തുമ്പമൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. AD 1175 ഒരു വലിയ പള്ളി കെട്ടിടം പണിയുന്നതിനായി തുമ്പമൺ നസ്രയാന്മാർ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു. തുമ്പമൺ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അധികാരി അവിടുത്തെ വെളിച്ചപ്പാടിന്റെ പ്രചോദനത്തിനെ തുടർന്ന് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നത് മലിനമാക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുമെന്ന പ്രവചനത്തെ തുടർന്ന് പള്ളിയുടെ പുനർനിർമ്മാണത്തെ എതിർത്തു. നസ്രയാന്മാർ കഠിനാധ്വാനികളും സമാധാനപ്രിയരും ക്രിസ്തുമതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉന്നതമായ തത്വങ്ങൾ മുറുകെ പിടിക്കുന്നവരുമായതിനാൽ രാജാവ് അവരെ അനുകൂലിക്കാൻ തീരുമാനിച്ചു. അതിനാൽ രാജാവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും നേരിട്ട് തുമ്പമൺ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും തട്ടയിൽ താമസിക്കുന്ന ഭൂരേഖകളുടെ എതിർപ്പ് പ്രഖ്യാപിച്ച് പള്ളി പണിയാൻ അനുമതി നൽകുകയും ചെയ്തു. കന്യാമറിയത്തിന്റെ തിരുനാൾ ദിനമായ 1175 ഓഗസ്റ്റ് 15 ഒരു പള്ളി കെട്ടിടം പണിയുന്നതിനുള്ള അടിത്തറയിട്ടു. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം AD 1528 വരെ ഒരു സഭയുടെ കീഴിലായിരുന്നു. മലങ്കര സഭയിൽ വിദേശ സഭകളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ മലങ്കരയിൽ നിലവിലുണ്ടായിരുന്ന 105 പള്ളികൾ പരമോന്നത അധികാരിയായിരുന്ന ആർക്കിഡേക്കോണായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അൽമായ നേതാക്കളുടെ സഹായത്തോടെ ഇടവക വൈദികരാണ് വ്യക്തിഗത പള്ളികളുടെ ഭരണം നടത്തിയത്. മലങ്കര സന്ദർശിച്ച മതാചാര്യന്മാർ ആർച്ച് ഡീക്കന്റെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിച്ചത്. മലങ്കര നസ്രയാൻ ക്രിസ്ത്യാനികൾ അവരുടെ സെന്റ് തോമസ് പാരമ്പര്യത്തിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു. എന്നിരുന്നാലും AD 1498 മലബാർ തീരത്തേക്ക് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് മാറ്റത്തിന്റെ കാറ്റ് ആരംഭിച്ചത്. പ്രാദേശിക ക്രിസ്ത്യാനികൾ റോമിലെ സഭയുടെ അധികാരം അംഗീകരിക്കുന്നില്ലെന്ന് പോർച്ചുഗീസ് മിഷണറിമാർ കണ്ടെത്തി. റോമിന്റെ അധികാരം സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോർച്ചുഗീസ് മിഷണറിമാർ നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് മലങ്കര സഭയിൽ കലഹങ്ങളും ആഭ്യന്തര കലഹങ്ങളും ആരംഭിച്ചത്. മലങ്കര നസ്രാണികളെ റോമൻ കീഴിലാക്കാൻ തന്ത്രശാലികളും കൗശലക്കാരുമായ വിദേശ മിഷണറിമാർ നടത്തിയ ആദ്യകാല ശ്രമങ്ങൾ വിജയിച്ചില്ല. അലക്സോ ഡി മെനേസസ് മലങ്കരയിൽ വന്നതോടെ സ്ഥിതി മാറി. നസ്രയാന്മാരുടെ റോമൻ സഭയോടുള്ള കൂറുമാറുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങളോടെ ആർച്ച് ബിഷപ്പിനെ നിയോഗിച്ചു. എല്ലാത്തരം രാഷ്ട്രീയ ഗൂഢാലോചനകളും നന്നായി അറിയാവുന്ന അദ്ദേഹം കൗശലക്കാരനും ബുദ്ധിമാനുമായിരുന്നു. തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. AD 1599 ഉദയംപേരൂരിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. വേദിക്ക് പോർച്ചുഗീസ് പട്ടാളക്കാർ നല്ല കാവലേർപ്പെടുത്തുകയും പ്രതിനിധികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു.
മലങ്കര സഭയിലെ ആചാരങ്ങളെക്കുറിച്ച് പോർച്ചുഗീസുകാർ തെറ്റായ ചിത്രം നൽകി. റോമിലെ സഭയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായി മലങ്കര സഭയെ കൊണ്ടുവരുന്നതിനുള്ള കടുത്ത പരിഷ്കാരങ്ങൾക്കുള്ള അവരുടെ നീക്കത്തെ പിന്തുണയ്ക്കാൻ പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു. അന്ന് മലങ്കര സഭയുടെ തലവനായിരുന്നു കുരിശുമല ആർച്ച് ഡീക്കൻ ഗീവർഗീസ്. ഉദയംപേരിലെ സിനഡിൽ തീരുമാനങ്ങളെടുത്തെങ്കിലും മലങ്കരയിലെ ഭൂരിഭാഗം സഭകളും തങ്ങളുടെ ആർച്ച് ഡീക്കനെ പിന്തുടരാൻ തീരുമാനിച്ചു. അതിനുശേഷം റോമൻ ലൈനിലേക്ക് അവരെ പ്രേരിപ്പിക്കാൻ ആർച്ച് ബിഷപ്പ് മലങ്കരയിലെ 27 പള്ളികൾ സന്ദർശിച്ചു. അതിൽ തുമ്പമൺ സെന്റ് മേരീസ് പള്ളിയും തന്റെ നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നിരുന്നാലും ഈ ശ്രമം പരാജയപ്പെടുകയും തുമ്പമണിലെ നസ്രയാൻ ക്രിസ്ത്യാനികൾ അവരുടെ യഥാർത്ഥ ആരാധനാക്രമം പിന്തുടരുകയും ചെയ്തു.